ദേ നോക്കൂ, ഒരു 3 കിലോട്ട് ഓൺഗ്രിഡ് സിസ്റ്റം. ഇവരുടെ വീട്ടിലേക്ക് കറണ്ട് ബില്ല് ഇനി സൂര്യൻ നോക്കിക്കോളും. നമുക്ക് എന്താ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒന്നെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്, അതുപോലെ കാണിക്കാൻ പോകുന്നത് ഒരു 3 കിലോട്ട് എന്ന് പറയാം, 3.3 മെഷീൻ വെച്ചിട്ടാട്ടോ. അതിന് നമുക്ക് ഒരു 545 വാട്ടിൻ്റെ ഒരു 6 പാനൽ വെച്ചിട്ട് 3000 വാട്ടിൻ്റെ മുകളിലുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റേജിലാണ് കേട്ടോ. കാരണം ഇത് എവിടുന്നും ക്ലീൻ ചെയ്യാം അല്ലേ. ഓക്കെ, കുറച്ച് ഹൈറ്റ് കൂട്ടിയിരിക്കണു. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. അവിടെ ആ ഭാഗത്ത് ഇവിടെ നമ്മളൊരു കോണി ചെയ്തിട്ടുണ്ട്, ആ ഏരിയയിലും കൂടി നമുക്ക് ക്ലീൻ ചെയ്യാം. ഇവിടുത്തെ സ്റ്റേജ് ഇങ്ങനെയാണല്ലോ അത്. ഓക്കെ, ഏതായാലും ലൈറ്റിനിങ് അറസ്റ്റ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഏരിയനെ നമുക്ക് കവർ ചെയ്യും. ലൈറ്റിനിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ പാനൽ എർത്തിങ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ലൈറ്റിനിങ് അറസ്റ്റർ. അതുപോലെ ഇനി താഴെ ഭാഗം കൂടി കാണിച്ചു തരട്ടോ, ബാക്കി കാര്യങ്ങളൂടി. ഇവിടെ ഇവർക്കൊരു 3500 മുതൽ ഒരു 4500, 5000 രൂപ വരെയൊക്കെ ബില്ലിനെ മാനേജ് ചെയ്യും. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴ പെയ്താലും നമുക്ക് തെളിഞ്ഞ വെയിലുണ്ടെങ്കിൽ നമുക്ക് ആംബിയർ കിട്ടും കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട് M10 മൊഡ്യൂൾ 545 വാട്ടിൻ്റെ പാനൽ വെച്ചിട്ടോ. ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ തിരൂർക്കാട് നമ്മുടെ സ്കൂളിൻ്റെ ഹൈസ്കൂളിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് കേട്ടോ. പക്ഷേ ഇവിടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട, കുട്ടികൾ അവിടെ നല്ല കളികളും കാര്യങ്ങളും വരും. അപ്പോൾ നമ്മളൊരു 3-4 മാസം ക്ലീനിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 2 മാസത്തിനുള്ളിൽ നമ്മൾ മോപ്പ് കൊണ്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ മാറാല വന്ന പോലെ ആയിരിക്കും, നമ്മൾ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് ഉദാഹരണം, നമുക്കൊരു അനുഭവം ഉണ്ട്. നമ്മൾ എറണാകുളം ഭാഗത്ത് ചെയ്യുമ്പോൾ അവിടെ 6 വർഷമായിട്ടുള്ള ഒരു പാനൽ, അത് ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. അത് ആ പാനലിൽ നിറഞ്ഞ് കിടക്കുകയാണ്. ഞങ്ങൾ ചെന്നിട്ടാണ് ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയുന്നതല്ല. ഇത് കംപ്ലൈൻ്റ് ആയി ഇത് പോവുകയാണെന്നാണല്ലേ ചിലതാ. ഇത് ഇവർക്കൊരു 3500 രൂപ മുതൽ ഒരു 4500, 5000 രൂപ വരെയൊക്കെ ബില്ലിനെ മാനേജ് ചെയ്യട്ടോ. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരു UG കേബിൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുകയാണ് ഇതിൻ്റെ മുകളിലൂടെ. അപ്പം നമ്മൾ കരുതും കുഴപ്പമൊന്നുമില്ല, അത് മേലെ കൂടി അല്ല എന്ന് കരുതും. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. സൂര്യൻ വരുന്ന ഭാഗത്ത് നമ്മളൊരു കൈ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരിൽ നമ്മളെ ഇതിന് വന്നു കഴിഞ്ഞാൽ സിംഗിൾ സ്ട്രിങ് ആകുമ്പോൾ നമ്മൾ 70% പ്രൊഡക്ഷനെ ബാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കാണിച്ചു കൊടുക്കും. അത് നമ്മൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ മാറും. ഇതുപോലെ ഒരുപാട് നമ്മൾ തെങ്ങ് പട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഷാഡോനെ ബാധിക്കും. ഓക്കെ, ഇതിൻ്റെ താഴെ ഭാഗം കൂടി നമുക്ക് നോക്കി നോക്കാം. ഒന്നും വരും. ഓക്കെ, ഇതിനി ഡ്രസ്സിങ് ചെയ്യാനുണ്ട് കേട്ടോ. അത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അല്ലേ. ചില ആളുകൾ ചോദിച്ചു എന്താണ് അത് അങ്ങനെ കിടക്കണമെന്നൊക്കെ ചോദിക്കും. പിന്നെ കോൺക്രീറ്റ് ബോക്സുകൾ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ലീക്ക് പ്രൂഫും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് അതിൻ്റെയൊക്കെ തനിമയോടുകൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കി നോക്കും, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കും. അതുപോലെ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ പെർഫെക്റ്റോടുകൂടെ A to Z കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. അത് ഓരോ വീട്ടിലും ഓരോ സ്ഥലത്തും സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ നോക്കി നോക്കും. ഓക്കെ, ഇനി താഴ്ഭാഗം കൂടി നമുക്ക് കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇവരുടെ വീടിൻ്റെ ഏകദേശം ബാക്ക് ഭാഗത്താണ് അല്ലേ മീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഏകദേശം അടുക്കളയുടെ പുറം ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ 4 എർത്തിങ്ങും കോപ്പർ വെച്ചു. നമ്മൾ AC എർത്തിങ്, DC എർത്തിങ്, പാനൽ എർത്തിങ്, ലൈനിങ് അറസ്റ്റർ ഒക്കെ നമ്മൾ കോപ്പർ വെച്ചിട്ട്, കോപ്പർ എർത്ത് റാഡുകളും വെച്ചിട്ട്, എർത്ത് ചേമ്പർ, അതുപോലെ എർത്ത് കെമിക്കലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ തനതായിട്ടുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എർത്തിങ് ചെയ്യും. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നോക്കി നോക്കൂ, ഭാഗങ്ങളും നോക്കി നോക്കൂ. 1 ഒക്കെ നോക്കി നോക്കൂ, 2, അതുപോലെ 3, 4ാമത്തെ വർക്ക് അല്ലേ ഷോക്കത്തെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോപ്പർ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഒന്നും ഇങ്ങോട്ട് വരും. ഓക്കെ, മീറ്ററും കാര്യങ്ങളൊക്കെ എവിടെയാണ്? ഇത് KCB നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് എക്സ്പോർട്ടിങ് മീറ്റർ അല്ല. മീറ്റർ നമ്മൾ ഇനി സ്ഥാപിക്കുന്നതോടുകൂടെ KCBക്ക് നമ്മൾ എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയി. ഓക്കെ, ഇനി അടുത്ത് നോക്കി നോക്കും, നമ്മളെ എനർജി മീറ്റർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആഴ്ച എന്താണ് ഇപ്പോൾ അതിൽ വർക്ക് എടുക്കുന്നത്? ഇവിടെ DCന്റെ അടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അത് DCന്റെ അടുത്തും ഒരു AC അടുത്തും കൂടി കൊടുത്താൽ കഴിഞ്ഞു. അതും കൂടി കൊടുത്താൽ കഴിഞ്ഞു അല്ലേ. ഓക്കെ, ആ എർത്ത് ബെഞ്ചിക്കിൽ എർത്തും കാര്യങ്ങളും കൊടുക്കുകയാണ്. അതുപോലെ DC-DB, അതിൻ്റെ AC-DB, അതിൻ്റെ ബോക്സ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാമിങ് സോഫ്റ്റ്വെയറിങ്ങൊക്കെ ചെയ്തു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പം നോക്കി നോക്കൂ. ഇത് പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത് 3.3 മെഷീനാണ്. നമ്മൾ ഒരു 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് 3 കിലോവാട്ട് മെഷീൻ വെച്ചാൽ മതി. ഇത് 3.3 ആകുമ്പോൾ നമുക്കൊരു ഭാവിയിൽ നമുക്ക് 1-2 പാനൽ ഫീസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് പാനൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. മറ്റത് നമുക്ക് 3000 വാട്ട്, ഇത് 3000 വാട്ടിന് മുകളിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ഇതിൽ 3000-ന് മുകളിലുണ്ട് പാനലുണ്ട്. നമുക്കൊരു
ഒരു നോർമലി ഒരു 9 യൂണിറ്റ് മുതൽ 16-17 യൂണിറ്റ് വരെ നമുക്ക് ശരാശരിയൊക്കെ നമുക്ക് പെർ ഡേ കിട്ടും. അതൊക്കെ ഓരോ വെയിലിനും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇത് നമുക്കൊരു 3500 മുതൽ 4500-5000 രൂപ വരെയൊക്കെ നമുക്ക് ബില്ലിനെ മാനേജ് ചെയ്യട്ടോ. ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബറിന് ചോദിക്കലാണ് നമുക്ക് എത്ര വെക്കണം, നമ്മൾ ഇന്ന ബില്ലിന് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്കൊരു 2000-3000 ഒക്കെ ബില്ല് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കിലോട്ട്, ഒരു 4000-ന്റെ മുകളിലൊക്കെ പോവുകയാണെങ്കിൽ 5000-6000 ഒക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു 5 കിലോട്ട് ചെയ്യാം കേട്ടോ. അതതിൻ്റെ ഇടയ്ക്ക് 4 ഉണ്ട്, നമുക്കതൊക്കെ ചെയ്യാം. ഒരു 9000-11500 ബില്ലിനെ മാനേജ് ചെയ്യുന്ന ദിവസം നമുക്കൊരു 5 കിലോട്ട് നമുക്കതൊക്കെ ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്ട് തിരൂർക്കാട് പരിധിയിൽ നമ്മൾ സ്കൂൾ പഠിക്ക് പരിധിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളെ അമീനാണ്, അവരുടെ മോനാണ്, നൗഫീർ അല്ലേ ഫാദറിൻ്റെ, ഓക്കെ, അങ്ങ് ദുബായിലാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും വീഡിയോ കോളിലൂടെയും കാര്യങ്ങളൊക്കെ വീക്ഷിച്ച് നോക്കുന്നതാണ്. ഇത് നമ്മൾ ചെയ്യാൻ കാരണം നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അവിടെ അല്ലേ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മൾ ചെയ്തിരുന്നു. അവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക്? 0. ഓക്കെ, അതൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ കാരണം. ഏതായാലും ഇവരുടെ വീട്ടിലെ ബില്ലിന് സൂര്യൻ നോക്കിക്കോളും. ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഞാൻ അടുത്ത നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.